എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ബാങ്കിലേക്ക് പോവുകയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി. അന്നേരം ബാലേന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തൊട്ട് ബാങ്കിൽ പോയി തുടങ്ങുവാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, എന്താ ബാലേന്ദ്രൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ നിൻ്റെ പണി നോക്കി എവിടെയാണെച്ചാൽ സൗകര്യം പോലെ എവിടെയാണെച്ചാൽ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല, അതും നീ ഓർത്തോ എന്നൊക്കെ പറയുവാണ്. പിന്നെ അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടാകും. ബാലേന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി പോന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് കൃഷ്ണമോൾ പുറകെ ചെല്ലും. എന്നിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ബാലേന്ദ്രനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഓക്കെ ആണോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നത്, അച്ഛൻ ഓക്കെ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബാലേന്ദ്രനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് കൃഷ്ണമോൾ വിടുന്നത്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ കയറിപ്പോരുന്നു. പിന്നെ അലീനയാണ് കാണിക്കുന്നത്. അലീനയുടെ അനാഥാലയത്തിലെ കഥകളൊക്കെ പറയുവാണ്. പണ്ട് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത സങ്കടം ബ്രിജിത്താമ്മയോട് പറയുമ്പം ബ്രിജിത്താമ്മ മടിയിലെടുത്ത് വെച്ചിട്ട് പറയുമെന്ന്, അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ യേശുവാണ്, ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങളെ എന്നൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് വല്യപ്പച്ചന്. അത് കഴിഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ച് നടന്നു വരുന്നതൊക്കെ കാണുമ്പോൾ ആൻ്റപ്പൻ വിനോദിനോട് പറയുവാണ്, ഈ പെണ്ണിൻ്റെ കയ്യിൽ എന്തോ മായാജാലമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കുട്ടിച്ചായൻ ഇങ്ങനെ അങ്ങ് അവളുടെ അടുത്ത് മയങ്ങി വീഴിയല്ല എന്നൊക്കെ പറയുന്നു. എന്നാലും അതൊക്കെ കഴിഞ്ഞ് അലീനയുടെ സങ്കടമൊക്കെ കേട്ട് ആകെ വിഷമം വന്നിട്ട് അത് കുട്ടിച്ചായൻ അകത്ത് കയറി ചെല്ലുമ്പം സ്റ്റാലിയോട് പറയുന്നുണ്ട്, എടാ നീ ആ കുഞ്ഞിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം, നിനക്ക് എന്തെങ്കിലും തട്ടുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കി ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന്. അപ്പോഴേ നിൻ്റെ ഭാര്യ വീട്ടുകാർ പാഞ്ഞെത്തും. ആദ്യം അടിച്ചു പുറത്താക്കുന്നത് ആ കൊച്ചിനെ തന്നെയായിരിക്കും, പിന്നെ എന്നെയും പിടിച്ച് പുറത്താക്കും, പിന്നെ അതിൻ്റെ സ്ഥിതി എന്താകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാൻലിയോട് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ മദ്യപിക്കരുത് എന്നൊക്കെ അത് കുട്ടിച്ചായൻ എൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ആകെ ടെൻഷനാകുന്നുണ്ട് സ്റ്റാൻലി ആകെ വിഷമിച്ച് ഇങ്ങനെ സോഫയിലിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.